സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയങ്കളുടെയും സിദ്ധാർത്ഥൻ്റെയും എല്ലാ പ്ലാനുകളും ഇസബെല്ലയും കെവിനും ഋഷിയും കൂടി പൊളിച്ചെടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഈ സിദ്ധാർത്ഥനും ദേവികയും കൂടെ ചേർന്ന് വിളിച്ചു വരുത്തുന്നത് വേറെ ആരെയല്ല, DYSP കുരുവിളേനെ തന്നെയാണ്. അയാളാണെങ്കിൽ വന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് പ്രഭാവതിനെയും ദേവികേനെയും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണതല്ലാതെ അയാൾക്ക് അന്വേഷണം നേരെ കൊണ്ടുപോകണം എന്നുള്ള ചിന്തയൊന്നുമില്ല. കാരണം അയാൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ പിന്നിൽ ഇസബെല്ലയാണെന്ന്. അത് ഇസബെല്ല തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇസബെല്ല വേറൊരു കാര്യവും കൂടി ഈ കുരുവിളയോട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം എങ്ങനെയെങ്കിലും മന്ദഗതിയിലാക്കണം. അവർ ചോദിക്കുമ്പം അന്വേഷണം നടക്കുന്നുണ്ട്, ഇപ്പോൾ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ തന്നെ പാപ്പ നിന്നോളണം, വേറൊരു മാറ്റവും വരുത്തരുതെന്ന്. അന്നേരം കുരുവിളയും ഇസബെല്ലയ്ക്ക് ഒപ്പം തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഈ ചന്ദ്രോത്ത് എത്തിയ കുരുവിള ഇസബെല്ലയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാനും നന്ദൻ്റെ കിഡ്നാപ്പിംഗ് ആരും അറിയാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ദേവികേനെയും പ്രഭാവതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ കുടഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ദേവികയ്ക്കും പ്രഭാവതിക്കും എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം നന്ദൻ ഇങ്ങനൊരു കൊലപാതകം ചെയ്തു എന്ന് അവർക്ക് തുറന്ന് സമ്മതിക്കാനും പറ്റില്ല. പക്ഷേ നന്ദനെ ആരോ തട്ടിക്കൊണ്ട് പോയതാന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ട്. പക്ഷേ കുരുവിളയാണെങ്കിൽ ഇവരെയും കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കുന്നുണ്ട്. ഇത്ര സമയമല്ലേ ആയുള്ളൂ നന്ദനെ കാണാണ്ടായിട്ട്, അപ്പോഴേക്കും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിക്കും സിദ്ധാർത്ഥിനൊന്നും മറുപടി പറയാനില്ല. ഗിരീഷിനാണെങ്കിലും അതെ, ഞങ്ങൾ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, അവരുടെ അടുത്തൊന്നും ചെന്നിട്ടില്ല, അതുകൊണ്ടാണ് പോലീസിൽ അറിയിച്ചതെന്ന് ഗിരീഷൻ പറയുമ്പോൾ കുരുവിള ഒരു പരിഹാസത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും കാണാതായ 1-2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോലീസിലെ അറിയിക്കണേ, ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവർക്കാണ് ഈ കാരണങ്ങളൊന്നും പറയാൻ പറ്റണില്ല. പിന്നീട് കുരുവിള പോലീസിനെയും കൂട്ടി എല്ലായിടവും ചെക്ക് ചെയ്യുന്നുണ്ട്. കുരുവിള ചെക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ഈ നന്ദനെ കടത്തിക്കൊണ്ട് പോയവർ എന്തെങ്കിലും തെളിവുകൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ ചന്ദ്രോത്തുകാരെ രക്ഷിക്കാനോ നന്ദനെ രക്ഷിക്കാനോ ഒന്നുമല്ല. അങ്ങനെ റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഈ കുരുവിള എല്ലായിടത്തും നോക്കിയിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ബെല്ല പറഞ്ഞു വിട്ട ആളുകൾ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേ. അതേതായാലും നന്നായി. ഇനിയിപ്പോൾ എന്നെ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയാൽ തന്നെ മറ്റുള്ളൊരു പോലീസ് ഓഫീസർ വന്നു കഴിഞ്ഞാൽ ഒരു തെളിവും കിട്ടാനില്ല. ഇനി ബെല്ല ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നോളും. ഇപ്പോൾ സിദ്ധാർത്ഥനോട് എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് തടി തപ്പാന്നൊക്കെ വിചാരിച്ച് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും തെളിവോ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, ഇവിടെ അങ്ങനെ ഒന്നുമില്ല, നന്ദനെ ആരും തട്ടിക്കൊണ്ട് പോയതായിട്ടുള്ള ഒരു സൂചന പോലും ഇവിടെ ഇല്ല എന്ന് പറയണു. അങ്ങനെ കുരുവിളയാണെങ്കിൽ പ്രഭാവതിയുടെയും സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. കുരുവിള വന്നതും എന്തായി സാർ, നോക്കിയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോന്ന് ചോദിക്കുമ്പം അങ്ങനെ നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിട്ടുള്ള ഒരു തെളിവും ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല, നന്ദൻ ഇനി സ്വമേധയെ അങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഉള്ളൂ എന്ന്. അങ്ങനെ ഇവിടുന്ന് പോകാൻ പാകത്തിന് എന്തെങ്കിലും കാരണം നന്ദൻ്റെ അടുത്തുണ്ടോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഈ കുരുവിള ചോദിക്കുന്ന സമയത്ത് ദേവികയും പ്രഭാവതിയും പറയുന്നുണ്ട്, ഇല്ല സാർ, നന്ദൻ അങ്ങനെ ആരുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. പിന്നെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നന്ദൻ ആരോടും പറയാതെ ഇത് എങ്ങോട്ടാ പോയേ, വീട്ടിലുള്ള ആരോടെങ്കിലും ഒന്ന് പറയേണ്ടതല്ലേ, അല്ലെങ്കിൽ ഭാര്യയെ വിളിച്ച് വിവരം പറയൂലേ എന്ന്. അന്നേരം ഈ ഗിരീഷിനാണെങ്കിലും എന്ത് പറയണമെന്ന് അറിയില്ല, സത്യങ്ങൾ ഇയാളോട് തുറന്നു പറയാനും പറ്റില്ല. ആ സമയത്ത് കുരുവിള മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇവർക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല, അത് ഇസബെല്ലയ്ക്ക് ഗുണമാവും. പിന്നീട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ അന്വേഷണം എന്തായാലും ഊർജിതമാക്കാം, ഇപ്പം ഞങ്ങൾ ചെല്ലട്ടെ, തൽക്കാലം ഇവിടുന്ന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല, വേറെ എവിടുന്നെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് കുരുവിള പോകാനൊരുങ്ങുമ്പം ഈ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, സാറേ അന്വേഷണത്തിൽ ഒരമാന്തവും വിചാരിക്കരുത്, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നന്ദനെ കണ്ടുപിടിച്ച് തന്നെന്ന്. പിന്നീട് കാണിക്കുന്നത് ഇസബെല്ലേനെയും കെവിനെയാണ്. കെവിനാണെങ്കിൽ പ്രഭാവതി വിളിച്ചു പറഞ്ഞ് വിവരം അറിഞ്ഞിട്ട് ഇസബെല്ലേനെ കാണാൻ വന്നേക്കാണ്. ബെല്ലയോട് പറയുന്നുണ്ട്, ബെല്ല ആകെ പ്രശ്നമായി, നന്ദനെ കാണാനില്ല എന്ന്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, നിന്നോട് ആരാ വിവരം പറഞ്ഞതെന്ന് ചോദിക്കുമ്പം രാവിലെ തന്നെ പ്രഭയാൻ്റി വിളിച്ചായിരുന്നു, നന്ദനെ കാണുന്നില്ല, നന്ദനെന്തോ ആപത്ത് പറ്റിയെന്ന് അവർ പറയണേന്ന് പറയുമ്പം നന്ദന് ആപത്ത് പറ്റിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ബെല്ല നീ അങ്ങനെ പറയണേ, നന്ദൻ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അത് നമ്മളെയും ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് നന്ദനെ അപകടത്തിൽപ്പെടുത്തിയേക്കുന്നത് ഞാനല്ലേ. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, ബെല്ല നീ എന്തൊക്കെയാണ് പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പം ഇതിലിപ്പോൾ ഒരുപാട് മനസ്സിലാക്കാനൊന്നുമില്ല, നന്ദനെ കാണാണ്ടായെങ്കിൽ നന്ദനെ അവിടുന്ന് പൊക്കാൻ ഏർപ്പാട് ചെയ്തത് ഞാനാണ്. അത് കേട്ടതും കെവിൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ബെല്ല, നന്ദനെ അവിടുന്ന് പൊക്കി എന്തിനാന്ന് ചോദിക്കുമ്പോൾ
നിനക്കെന്താ കെവിൻ ഒട്ടും ബുദ്ധിയില്ലേ? ഇന്നല്ലേ നന്ദനെ അവർ സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിന്നത്. അങ്ങനെ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയൂലേ. പിന്നെ ജയിലിലേക്ക് പോണത് ഞാനും നീയും ഋഷിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് സംഭവിക്കാതിരിക്കാനാണ് നന്ദനെ ഇന്നലെ കുറച്ച് പേരെ വിട്ട് അവിടെ നിന്ന് പൊക്കിയത്. ഇത് വലിയ പ്രശ്നമാവില്ല വല്ലാന്ന് ചോദിക്കുമ്പം ഒരു പ്രശ്നമാവില്ല. എന്തായാലും നന്ദനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം നന്ദനെ ഞാനൊരു രഹസ്യ കേന്ദ്രത്തിലാക്കിയേക്കാം. കുറച്ച് സമയം കഴിയട്ടെ, നമുക്ക് രണ്ടുപേർക്കും പോയി നന്ദനെ ഒന്ന് കാണാം. അന്നേരം ഈ കെവിൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നന്ദൻ പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അവനൊരു പ്രശ്നം ഉണ്ടാക്കൂലാത്ത രീതിയിൽ അവനെ അവിടെ താമസിപ്പിച്ചേക്കണേ. ഇനി കുറച്ച് ദിവസം നന്ദൻ എൻ്റെ കസ്റ്റഡിയിലായിരിക്കും. പിന്നീട് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നന്ദനെ ഞാൻ പുറത്ത് വിടുന്നു. ആ സമയം കെവിൻ പറയുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കണമല്ല, ഇനിയിപ്പോൾ പോലീസ് അന്വേഷണമൊക്കെ ആയി നന്ദനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പിന്നിൽ നിന്ന് എല്ലാവരും അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് നന്ദനെ ആരെങ്കിലും കണ്ടുപിടിച്ചാലല്ലേ ഉള്ളൂ. അഥവാ ഇനി കണ്ടുപിടിച്ചാലും നന്ദൻ സത്യങ്ങളൊന്നും ആരോടും പറയാൻ പോണില്ല. ഇപ്പം തന്നെ ഋഷിയെ കൊന്ന കേസിൽ നമ്മൾ നന്ദന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സത്യം നന്ദൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇതും അതുപോലെ തന്നെയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെയാണ്. ഋഷിയുടെ അടുത്തേക്ക് CP വരുന്നുണ്ട്. CP വന്നതും ഋഷി ചോദിക്കുന്നുണ്ട്, എന്താ ഈ CP അങ്ങളെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പം കാര്യങ്ങളെല്ലാം ഋഷിമോൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. നന്ദനെ അപ്പോൾ പൊക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഇന്നിപ്പോൾ ചന്ദ്രോത്തുള്ളവരെല്ലാവരും നന്ദനെ കാണാണ്ട് ആകെ പരിഭ്രമിച്ചിരിക്കുമെന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ചന്ദ്രോത്തുള്ളവർ കുറച്ച് അനുഭവിക്കണം. ഇനി എന്തായാലും നന്ദൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും ഇസബല്ലയും ചേർന്ന്. ആ സമയത്ത് CP ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ ഇസബല്ല നന്ദൻ്റെ ഫ്രണ്ടല്ലേ, പിന്നെ എന്തിനാ ഇസബല്ല നന്ദനോട് ഇങ്ങനെ പെരുമാറണേന്ന് ചോദിക്കുമ്പം അതിന് വേറെ കാര്യമുണ്ട് അങ്കിളെ. ഈ ഇസബല്ല പണ്ട് നന്ദനെ പ്രണയിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ദേവിക നന്ദൻ്റെ ജീവിതത്തിലേക്ക് വന്നതും നന്ദൻ ദേവികയെ വിവാഹം കഴിച്ചതും ഇപ്പോഴും ഇസബല്ലയുടെ മനസ്സിൽ നന്ദനോട് ആ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് നന്ദനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് കരുതിയ ഇസബല്ല ഈ നാടകം എല്ലാം പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ അതെല്ലാം പൊളിഞ്ഞ സ്ഥിതിക്ക് നന്ദനെ തട്ടിക്കൊണ്ട് പോയേക്കണം. ഇനി നന്ദനെ അവരുടെ മുന്നിൽ കിട്ടണമെങ്കിൽ ഇസബല്ല വിചാരിക്കണം. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമോ ഋഷിമോനെ എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആ സമയത്ത് അരുന്ധതി അങ്ങോട്ട് വരുന്നുണ്ട്. CPക്കും ബുദ്ധി ഇല്ലാണ്ടായോ? ഇവനാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല, അതിൻ്റെ ഒപ്പം CPയും തുള്ളുവാണോ എന്ന് ചോദിക്കുമ്പം മേഡം നമ്മളുടെ ഋഷിമോൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഋഷിമോൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇതൊക്കെ വലിയ കുഴപ്പത്തിലേക്ക് പോകും CP, പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ. ഇതിപ്പോൾ പോലീസ് അന്വേഷണമൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അമ്മ ടെൻഷനാവണ്ട, അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ ഇസബല്ലയുടെ പാപ്പനാണ്. അത് കേട്ടതും അരുന്ധതി ഭയങ്കര വിഷമത്തോടുകൂടി തന്നെ ഋഷിയോട് പറയുന്നുണ്ട്, എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു മോനെ, ചന്ദ്രോത്തുള്ളവർ ഇപ്പം തന്നെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി വേണ്ടായിരുന്നു, നമുക്കിതെല്ലാം അവസാനിപ്പിക്കാം, എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം ഞാൻ ദേവികയോട് പറയാം. അന്നേരം ഋഷി പറയുന്നുണ്ട്, അമ്മ ഇനി സത്യങ്ങൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇസബല്ല തീരുമാനിക്കണ പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. നന്ദൻ ഇസബല്ലയ്ക്കൊപ്പം നിന്നില്ലെങ്കിൽ ഇസബല്ല നന്ദനെ കൊന്നു കളയാനും മടിക്കില്ല. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരിക ഈ നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. ഗിരീഷ് ഫോൺ എടുത്തതും എന്താ ശാരി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ വന്ന് ഗിരീഷ് ചേട്ടനോട് പറഞ്ഞതല്ലേ നന്ദേട്ടന് എന്തെങ്കിലും ആപത്ത് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണമെന്ന്, എന്നിട്ട് എന്താ ഗിരീഷ് ചേട്ടൻ ശ്രദ്ധിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ശാരി ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല, നന്ദൻ ഇനി എങ്ങോട്ടെങ്കിലും പോകുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, ഇതിപ്പോൾ നന്ദനെ ആരോ തട്ടിക്കൊണ്ട് പോയതുപോലെ തോന്നണേ, ഇവിടെ ആരോടും പറയാണ്ട് അങ്ങനെ നന്ദനെ എങ്ങും പോകാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദേട്ടന് സ്റ്റേഷനിൽ ഹാജരാവാൻ പേടിയായിട്ട് നന്ദേട്ടൻ എങ്ങനെയെങ്കിലും മാറിയതാണോ എന്ന് ചോദിക്കുമ്പം നന്ദൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇന്നലെ രാത്രി വരെ നന്ദൻ ഉറച്ച് തന്നെയാണ് നിന്നെ സ്റ്റേഷനിൽ പോയി ഹാജരാവാൻ, നന്ദൻ ആ കാര്യത്തിൽ പേടിയൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട്, എന്നാൽ ശരി ഗിരീഷ് ചേട്ടാ, നന്ദേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ശാരിക ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എന്തായാലും നന്ദേട്ടനെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കെവിൻ ചേട്ടനും ഇസബല്ലയ്ക്കും പങ്കുണ്ടാവും, ഈ കൊലപാതകത്തിലും കെവിൻ ചേട്ടനും പങ്കുണ്ടെന്നാണ് തോന്നണേ, ഞാൻ പല കാര്യങ്ങളും ചോദിക്കുമ്പം കെവിൻ ചേട്ടൻ എന്തൊക്കെയോ മറച്ചു വയ്ക്കും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തായാലും കെവിൻ ചേട്ടനെ വിളിച്ചൊന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ശാരിക വേഗം തന്നെ ഫോണെടുത്ത് കെവിനെ വിളിക്കുന്നുണ്ട്. കെവിനാണെങ്കിൽ ഇസബല്ലയുടെ അടുത്ത് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കണേ. അങ്ങനെ ഫോണിനെടുത്ത് നോക്കിയതും ശാരികയാണെന്ന് കണ്ടിട്ട് വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ ശാരിക എന്ന് ചോദിക്കുമ്പം
കെവിൻ ചേട്ടൻ ഇത് എവിടെയാണ്, കെവിൻ ചേട്ടൻ കാര്യങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, നന്ദനെ കാണാതായ കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പം അതേ കെവിൻ ചേട്ടാ, എന്നിട്ട് കെവിൻ ചേട്ടൻ എന്താ ചന്ദ്രത്തേക്ക് വരാത്തതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഷാരി നന്ദനെ കാണാനില്ല എന്ന് പ്രഫാൻറ്റി വിളിച്ച് പറഞ്ഞായിരുന്നു, പിന്നെ ഞാൻ ചന്ദ്രോത്ത് വന്നിട്ട് എന്താ കാര്യം, അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, കെവിൻ ചേട്ടനും കൂടി ഒന്ന് അന്വേഷിക്കണം, നന്ദേട്ടൻ എവിടെയാണ്, എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ കണ്ടെത്തുകയും ചെയ്യണം, എനിക്കൊരു സംശയമുണ്ട് നന്ദേട്ടനെ ആരെങ്കിലും അപായപ്പെടുത്തിയോന്ന്. ആ സമയം കെവിൻ പറയുന്നുണ്ട്, ഷാരി പേടിക്കണ്ട, നന്ദന് കുഴപ്പമൊന്നുമില്ല എന്ന്. അത് കേട്ടതും ഷാരിക ചോദിക്കുന്നുണ്ട്, കെവിൻ ചേട്ടൻ എന്താ പറഞ്ഞത്, നന്ദേട്ടന് കുഴപ്പമൊന്നുമില്ല എന്നോ, അതെങ്ങനെ കെവിൻ ചേട്ടൻ അറിഞ്ഞാൽ. അപ്പോൾ നന്ദേട്ടൻ കെവിൻ ചേട്ടൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും കെവിനാണെങ്കിൽ ആകെ വെപ്രാളാവുന്നുണ്ട്. എന്നിട്ട് പരങ്ങി ഇല്ല ഷാരിക, ഞാൻ പറഞ്ഞതാ നന്ദന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്, അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നന്ദൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന സമയത്ത് ഷാരികയ്ക്കാണെങ്കിൽ നല്ല സംശയം തോന്നുന്നുണ്ട്. എന്നാൽ ശരി കെവിൻ ചേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ വിളിക്കുന്നു പറഞ്ഞ് ഷാരിക ഫോൺ വെച്ചിട്ട് ഷാരിക ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, നന്ദേട്ടനെ കാണാതായതിന് പിന്നിൽ കെവിൻ ചേട്ടന് പങ്കുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ കെവിൻ ചേട്ടൻ ഇങ്ങനെയൊന്നും പെരുമാറില്ല, എന്തായാലും ഞാനിത് കണ്ടെത്തും, അധിക ദിവസമൊന്നും നിങ്ങളിനി മുഖംമൂടി ഇട്ട് നടക്കില്ല, നിങ്ങളുടെ മുഖംമൂടി അധികം വൈകാതെ തന്നെ ഈ ഷാരിക വലിച്ചു കീറുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാധവനെ രാധികേനെയാണ്. മാധവനാണെങ്കിൽ രാധികയോട് പറയുന്നുണ്ട്, ഇന്നല്ലേ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണേ. ആ സമയം രാധിക പറയുന്നുണ്ട്, ഇന്ന് ഹാജരാക്കാനിരുന്നതാ, പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് മാധവേട്ട. എന്ത് പ്രശ്നമാണ് രാധികയെന്ന് ചോദിക്കുമ്പം നന്ദനെ ഇപ്പോൾ കാണാനില്ല എന്നോ. അത് കേട്ടതും മാധവൻ ചോദിക്കുന്നുണ്ട്, നന്ദനെ കാണാനില്ല എന്നോ, നീ എന്തൊക്കെയാണ് രാധിക ഈ പറയണേന്ന് ചോദിക്കുമ്പം അതേ മാധവേട്ട, രാവിലെ പ്രഭാവതി ചായയായിട്ട് നന്ദൻ്റെ റൂമിൽ ചെന്നപ്പം റൂമിൽ നന്ദനില്ലാന്ന്, അപ്പോൾ അവൻ പുറത്തേക്ക് എങ്ങാനും പോയതായിരിക്കും എന്ന് പറയുമ്പം മാധവേട്ട അങ്ങനെയൊന്നുമല്ല, ഇപ്പം തന്നെ ആ അരുന്ധതി എങ്ങാനും തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് ദേവികയ്ക്കും എല്ലാവർക്കും സംശയമുണ്ടെന്ന്. ആ സമയം മാധവൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഇനി അവർ തട്ടിക്കൊണ്ട് പോണേ, അവരുടെ മകനെ കൊന്നതിന് നന്ദനാണെങ്കിൽ സ്റ്റേഷനിൽ ഹാജരാവാൻ നിൽക്കുമല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് സന്തോഷമല്ലേ ഉണ്ടാവണേ, അതിൻ്റെ ഇടയ്ക്ക് അവർ നന്ദനെ തട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല, ഇനിയിപ്പോൾ അവരുടെ മകനെ കൊന്നതിന് പകരമായിട്ട് നന്ദനെ എന്തെങ്കിലും ഉപദ്രവിക്കാനാണോ എന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നന്ദൻ ഒരാളെ കൊന്നു വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റില്ല, നന്ദൻ പാവ, എല്ലാവരുടെയും തെറ്റിദ്ധാരണയായിരിക്കും എന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നന്ദനെ കണ്ടുപിടിക്കാത്ത ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രത്തേക്ക് ഹരിയങ്കൾ വരികയാണ്. ഹരിയങ്കളിനെ കണ്ടതും പ്രഭാവതി എന്നിട്ട്, ഹരിയേട്ട വലിയ കുഴപ്പമായി, നന്ദനെ കാണുന്നില്ല, നന്ദൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ഹരിയങ്കൾ പറയുന്നുണ്ട്, പ്രഭ സമാധാനമായിട്ടിരിക്കുക, നന്ദൻ ഒരാപത്തും സംഭവിക്കില്ല, ഇന്ന് നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നന്ദനെ അവർ തട്ടിക്കൊണ്ട് പോയേക്കണേ, പ്രഭ ടെൻഷനാവൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ നന്ദൻ തിരിച്ചു വരുമെന്ന്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഹരിയേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.